നമസ്കാരം. പ്രധാന വാർത്തകൾ. ദുരിതബാധിതരെ സഹായിക്കാനൊരുങ്ങി തിരുവനന്തപുരം നഗരസഭ. വയനാട് മുണ്ടക്കൈ ദുരന്തമടക്കം സംസ്ഥാനം നേരിടുന്ന മഴക്കെടുതിയിൽ സഹായഹസ്തമൊരുക്കാൻ മുന്നൊരുക്കങ്ങളുമായി തിരുവനന്തപുരം നഗരസഭ. രൂക്ഷമായ മഴക്കെടുതി തുടരുന്ന സാഹചര്യത്തിൽ ദുരിതബാധിതർക്ക് എന്ത് സഹായവും എത്തിക്കാൻ നഗരസഭ സുസജ്ജമാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കളക്ഷൻ പോയിന്റുകൾ ആരംഭിക്കേണ്ടി വന്നാൽ അവിടെ പ്രവർത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ടി വന്നാൽ അതിനും സന്നദ്ധരായ വോളണ്ടിയർമാരുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായും മേയർ ഫേസ്ബുക്കിൽ അറിയിച്ചു. കോഴിക്കോട് തോട്ടിൽ വീണ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ ഒരാൾ മരിച്ചു. കണ്ണാടിക്കലിലാണ് തോട്ടിൽ വീണ് പുളിക്കൽ പീടികത്തല വീട്ടിൽ സുബൈർ മരിച്ചത്. ജില്ലയിൽ 47 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 1811 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 100 കണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. വയനാടിനായി കൈകോർക്കാം. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരിതത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല. എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. 2018 പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരിതബാധിതരെ സഹായിക്കാൻ തയ്യാറായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടു. അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ച് ഇറങ്ങേണ്ട സാഹചര്യമാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. രാത്രി 12 മണിക്ക് അമ്മയെ വിളിച്ചു. ജസ്റ്റിനെ കാണാനില്ല. മുണ്ടക്കൈ ദുരന്തത്തിൽ പാലക്കാട്ടുകാരനും ഉൾപ്പെട്ടതായി സംശയിക്കുന്നതായി ബന്ധുക്കൾ. മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോത്തുണ്ടി സ്വദേശി സെബാസ്റ്റ്യന്റെ മകൻ 26-കാരൻ ജസ്റ്റിൻ തോമസിനെയാണ് മുണ്ടക്കൈയിൽ വെച്ച് കാണാതായത്. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നു പോയതാണ് ജസ്റ്റിൻ. കോയമ്പത്തൂരിൽ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് ജസ്റ്റിൻ. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയ ബന്ധുവിനൊപ്പമാണ് ജസ്റ്റിൻ വയനാട്ടിലേക്ക് പോയത്. തിങ്കളാഴ്ച രാത്രി 12 മണിവരെ അമ്മ ജസ്റ്റിനുമായി സംസാരിച്ചിരുന്നു. ദുരന്ത വിവരമറിഞ്ഞ് ജസ്റ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. മുണ്ടക്കൈ LP സ്കൂളിന്റെ സമീപത്താണ് ബന്ധുവിന്റെ വീട്. ബന്ധുക്കൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലയിലേക്ക് വരാതിരിക്കുക. വയനാട് കളക്ടർ. വയനാട് ഏറ്റവും വലിയ ഒരു ദുരന്തത്തെ അതിജീവിക്കുകയാണെന്നും ദുരന്ത മേഖലയിലേക്ക് വരരുതെന്നും കളക്ടർ DR മേഘശ്രീ. മുണ്ടക്കൈ ചുരൽ മേഖലകളിലേക്ക് അനാവശ്യമായി വാഹനങ്ങളുമായി എത്തുന്നത് ഒഴിവാക്കണം. ഇതൊരു വിനോദസഞ്ചാര മേഖലയോ സന്ദർശന മേഖലയോ അല്ലെന്നും കളക്ടർ വ്യക്തമാക്കി. നമ്മൾ ഒരുമിച്ച് ഈ ദുരന്തത്തെ അതിജീവിക്കുമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു.